നമസ്കാരം. ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഏതൊക്കെ വാർത്തകളാണെന്ന് പുറത്തു വന്നത് വിശദമായും സമഗ്രമായും പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ആദ്യം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്നാണ് തുടങ്ങുന്നത്. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ സിബിഐ അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. വിദേശത്തു നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് സിബിഐ അന്വേഷിക്കണമെന്നാണ് ശുപാർശ. അതേസമയം വി.ഡി. സതീശനെതിരെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസ് നിലനിൽക്കില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. സിബിഐ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാണ്. ഒരു വർഷം മുമ്പാണ് യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരിക്കെ ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്നും ഫണ്ട് പിരിച്ചതിൽ FCRA നിയമത്തിന്റെ ലംഘനമുണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലും നിയമലംഘനമുണ്ടെന്ന് വിജിലൻസ് ശുപാർശയിൽ പറയുന്നു. നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ നടത്തിയ നിയമലംഘനത്തിന് സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. തനിക്കെതിരെ ഏത് അന്വേഷണം നടത്തിയാലും കുഴപ്പമില്ലെന്നും രാഷ്ട്രീയമായി നേരിടുമെന്നും വി.ഡി. സതീശൻ. നമ്മൾ ആരും അറിയാത്തൊരു ഫൈൻഡിങ്, ഭയങ്കര കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ MV ഗോവിന്ദൻ പറഞ്ഞവരെ CBIക്ക് വിടട്ടെ, CBI അന്വേഷിക്കട്ടെ. ഞാൻ FCRA വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്നും കൂടി ഒന്ന് പറഞ്ഞേക്ക്. മണപ്പാട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്തു നിന്നും പണം സ്വീകരിച്ചതെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം കേസിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് അനുകൂലമായ വിജിലൻസ് റിപ്പോർട്ടും ഇന്ന് പുറത്തുവന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ വിജിലൻസ് ഡയറക്ടറേറ്റ് സർക്കാരിന് നൽകിയ കത്താണ് പുറത്തുവന്നത്. പുനർജനി പദ്ധതിയുടെ പണം വി.ഡി. സതീശന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്പീക്കറുടെ വിശദീകരണ കത്തിന് നൽകിയ മറുപടിയിലാണ് വി.ഡി. സതീശന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയത്. സ്പീക്കറുടെ അനുമതിയില്ലാതെ വി.ഡി. സതീശൻ വിദേശത്ത് പോയതായി മുൻ വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിലാണ് ആഭ്യന്തര സെക്രട്ടറിയോട് സ്പീക്കർ വിശദീകരണം നൽകിയത്. 24 തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവിനെതിരായ CBI അന്വേഷണ ശുപാർശയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിച്ച കോൺഗ്രസ് നേതൃത്വം CBIയുടെ പേര് പറഞ്ഞ് വിരട്ടാൻ നോക്കേണ്ട എന്നും കുതന്ത്രത്തെ ഭയക്കുന്നില്ല എന്നുമാണ് നേതാക്കളുടെ പ്രതികരണം. വിജിലൻസ് ശുപാർശയിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിയമപരമായ നടപടികൾ മാത്രമാണ് സർക്കാർ കൈക്കൊള്ളുകയെന്ന് നിയമമന്ത്രി P. രാജീവും വ്യക്തമാക്കി. അബുദാബിയിൽ വാഹനാപകടത്തിൽ സഹോദരങ്ങളായ 3 കുട്ടികൾ ഉൾപ്പെടെ 4 മലയാളികൾ മരിച്ചു. ദുബായിലെ വ്യാപാരിയായ അബ്ദുൽ ലത്തീഫിന്റെ മക്കളായ 14-കാരൻ ആശിസ്, 12 വയസ്സുള്ള അമ്മാർ, 5 വയസ്സുള്ള അയാഷ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ബുഷറയും മരിച്ചു. അബ്ദുൽ ലത്തീഫിനും ഭാര്യ റുക്സാനയ്ക്കും പരുക്കേറ്റു. നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് 85 സീറ്റുകളിൽ വിജയിക്കാനാകുമെന്ന് കോൺഗ്രസ്. വയനാട് ബത്തേരിയിൽ നടക്കുന്ന നേതൃക്യാമ്പിൽ മേഖലകളായി തിരിച്ചു നടന്ന വിലയിരുത്തലിലാണ് കുറഞ്ഞത് 85 സീറ്റിൽ വിജയിക്കാനാകുമെന്ന് കണക്കാക്കിയത്. കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന വിമർശനവും നേതൃക്യാമ്പിൽ ഉയർന്നു. കേരളത്തെ 3 മേഖലകളായി തിരിച്ചുകൊണ്ടാണ് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും വിജയസാധ്യത പരിശോധിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും വോട്ടിംഗ് പ്രവണതകൾ കണക്കാക്കിയായിരുന്നു വിലയിരുത്തൽ. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും നല്ല മുന്നേറ്റം നടത്തി ഭരണം പിടിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. മലപ്പുറം, തൃശൂർ, എറണാകുളം, പാലക്കാട്, ഇടുക്കി ജില്ലകളടങ്ങുന്ന മധ്യ കേരളത്തിലെ 60 നിയമസഭാ മണ്ഡലങ്ങളിൽ 43 സീറ്റുകളിൽ വിജയിക്കാനാകുമെന്നാണ് കണക്ക്. തെക്കൻ കേരളത്തിലെ 48 മണ്ഡലങ്ങളിൽ 24 ഇടങ്ങളിൽ ജയിക്കാൻ കഴിയും. വടക്കൻ കേരളത്തിലെ 32 മണ്ഡലങ്ങളിൽ 18 സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയം ഉറപ്പിക്കുന്നത്. ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 85 സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു. കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ KPCC മാർഗനിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയെന്ന് മേയർ സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ട ദീപ്തി മേരി വർഗീസ് പരാതിപ്പെട്ടു. മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതല്ല, തെരഞ്ഞെടുത്ത രീതിയിലാണ് താൻ വിമർശനം ഉന്നയിക്കുന്നതെന്നും ദീപ്തി മധ്യമേഖലാ യോഗത്തിലെ ചർച്ചയിൽ പറഞ്ഞു. ദീപ്തിക്ക് പിന്നാലെ KPCC ഭാരവാഹികളായ സക്കീർ ഹുസൈനും MR അഭിലാഷും ഇതേ വിമർശനം ആവർത്തിച്ചു. മാർഗനിർദ്ദേശങ്ങളല്ല, ചിലരുടെ വ്യക്തി താൽപര്യങ്ങളാണ് കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ നടപ്പിലായതെന്നായിരുന്നു ഇവരുടെ വിമർശനം. BJPയുടെ വളർച്ചയെ നിസാരമായി കാണരുതെന്ന് തെക്കൻ മേഖലാ യോഗത്തിൽ അഭിപ്രായമുയർന്നു. CPIMന്റെ സംഘടനാശേഷിയെ കുറച്ചു കാണരുതെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ ഇടപെടലുകൾ ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങളും നേതൃത്വ സംഗമത്തിൽ അവതരിപ്പിച്ചു. പൊളിറ്റിക്കൽ ഡെസ്ക് 24.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ ബി.ജെ.പി. തിരുവനന്തപുരം നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും സീറ്റ് ഉറപ്പിച്ചു. വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രനും കായംകുളത്ത് ശോഭാ സുരേന്ദ്രനും പരിഗണനയിൽ. ഈ മാസം 12 മുതൽ പ്രചാരണം തുടങ്ങാനാണ് ആലോചന. 24 എക്സ്ക്ലൂസീവ്. ഈ മാസം 11-നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കുക. അമിത്ഷായുടെ വരവിനു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. സംഘടനാ സ്വാധീനവും വോട്ടും വർദ്ധിച്ച 30ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാകാനാണ് ബി.ജെ.പിയുടെ ആലോചന. മത്സരിക്കണമെങ്കിൽ ജയസാധ്യതയുള്ള മണ്ഡലം വേണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടതായാണ് വിവരം. വട്ടിയൂർക്കാവോ തൃശൂരോ മത്സരിക്കാനാണ് കെ സുരേന്ദ്രന് താൽപര്യം. തൃശൂരിൽ എം ടി രമേശും കോഴിക്കോട് നോർത്തിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ നവ്യ ഹരിദാസും സ്ഥാനാർത്ഥികളാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കെ സുരേന്ദ്രന് വട്ടിയൂർക്കാവ് നൽകും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത്, കഴക്കൂട്ടം വി മുരളീധരൻ, കാട്ടാക്കട പി.കെ. കൃഷ്ണദാസ് എന്നിവർ സ്ഥാനാർത്ഥികളാകും. പാലക്കാട് പ്രശാന്ത് ശിവനാണ് സാധ്യത. സാമുദായിക സമവാക്യങ്ങളും മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങളും കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരവുമായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാകുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നതിന് പാർട്ടി ആവിഷ്കരിച്ച ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സമ്പൂർണ്ണമായി പാളിയെന്ന് ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം വിലയിരുത്തി. ബി.ജെ.പി. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളിൽ ജയിച്ചത് 1.3% മാത്രം. സംസ്ഥാനത്താകെ 1926 ക്രൈസ്തവരെ ബി.ജെ.പി. സ്ഥാനാർത്ഥികളാക്കിയെങ്കിലും വിജയിച്ചത് 25 പേർ മാത്രം. 6 ജില്ലകളിൽ ഒറ്റ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ പോലും ബി.ജെ.പിക്ക് ജയിപ്പിക്കാനുമായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കാനായില്ലെന്നു മാത്രമല്ല, ഹിന്ദു വോട്ടുകൾ നഷ്ടമായെന്നും ബി.ജെ.പി. വിലയിരുത്തി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ മുസ്ലിം ലീഗും. നാളെ കോഴിക്കോട് ചേരുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. വിജയസാധ്യത കുറഞ്ഞ സീറ്റുകൾ വെച്ച് മാറണോ എന്ന കാര്യവും പരിഗണനയിലുണ്ട്. നാളെ സംസ്ഥാന കമ്മിറ്റിയുണ്ട്. ചർച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ എടുക്കാൻ പോകുന്ന സമീപനവും കാര്യമൊക്കെ പറയാവുന്നിടത്തോളം നാളെ പറയാം. ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്നുള്ളതിൽ അതേ സീരിയസ്നെസ്സിൽ അത്ര തന്നെ സമയബന്ധിതമായി ഞങ്ങളും കാര്യങ്ങൾ തീരുമാനിക്കും. UDF ഇപ്പോൾ അതിനുള്ള വർദ്ധിച്ച ആവേശമുണ്ട്. മാത്രമല്ല UDF അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു ഭദ്രതയും ഇപ്പോൾ ഉണ്ട്. വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഇടതുപക്ഷമുണ്ടാകുമെന്ന് ജോൺ ബ്രിട്ടാസ് MP. കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്രയ്ക്ക് കോഴിക്കോട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് MP. വെനസ്വേലയിൽ അമേരിക്ക നടത്തുന്നത് കൊടും ക്രൂരതയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്രയ്ക്ക് വൻ സ്വീകരണമാണ് കോഴിക്കോട് ലഭിച്ചത്. കയ്യേറ്റങ്ങൾ കണ്ടു നിൽക്കരുതെന്നും ഇന്ത്യ ഇടപെടണമെന്നും സ്വീകരണ പരിപാടിയിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾക്കെതിരെ ഉള്ള ഒരു അക്രമമായ നീക്കമാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ തികച്ചും അതിനെതിരായി സംഘടിച്ച രാഷ്ട്രങ്ങളോടൊപ്പം നിന്ന് ഇതിനെതിരെ പോരാടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്കക്കാരുടെയും അവകാശ സംരക്ഷണത്തിന് എന്നും നിലകൊള്ളുമെന്ന് ജോൺ ബ്രിട്ടാസ് MP. വെനിസ്വേലയിലെ അമേരിക്കൻ ആക്രമണത്തിൽ ഇന്ത്യ മൗനം പാലിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിച്ച കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നിലപാട് ശ്ലാഘനീയമെന്ന് കേരള യാത്രയുടെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത ജോൺ ബ്രിട്ടാസ്. വെനിസ്വേല എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തി അതിന്റെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും തടവിലാക്കി കടത്തിക്കൊണ്ടുപോകുക എന്ന കാടത്തം അമേരിക്കൻ സാമ്രാജ്യത്വം കാണിച്ചപ്പോൾ കോഴിക്കോട് നിന്ന് അദ്ദേഹം ശബ്ദമുയർത്തിയത് ഇന്ത്യയല്ല ലോകം തന്നെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജാഥ ഉപനായകരായ ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹിമാൻ സക്കാഫി, MLA-മാരായ PTA റഹീം, ലിൻഡോ ജോസഫ്, KM സച്ചിൻ ദേവ്, അഹമ്മദ് ദേവിർകോവിൽ, വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേൾവി പരിമിതർക്കായി പ്രഭാഷണങ്ങൾ ആംഗ്യഭാഷയിൽ അവതരണമുണ്ടായിരുന്നു. സംസ്ഥാന സെന്റിനറിയുടെ ഭാഗമായി ഈ മാസം 1 കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര 16 തിരുവനന്തപുരത്ത് സമാപിക്കും. 24 കോഴിക്കോട്.
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനും മന്ത്രി എ കെ ശശീന്ദ്രനും മത്സരിക്കുമെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ്. പാർട്ടിയിൽ തർക്കങ്ങളില്ല. കുട്ടനാട് സീറ്റ് വിട്ടു നൽകില്ല എന്നും ശരത് പവാർ വിളിച്ച യോഗശേഷം തോമസ് കെ തോമസ് മുംബൈയിൽ പറഞ്ഞു. 3 സാഹചര്യങ്ങളിലാണ് ശരത് പവാർ കേരള നേതാക്കളെ മുംബൈയിലേക്ക് വിളിപ്പിച്ചത്. 1. എലത്തൂരിൽ ഒരിക്കൽ കൂടി എ കെ ശശീന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗം പരസ്യമായി രംഗത്തെത്തി. 2. കുട്ടനാട് സീറ്റ് CPIM ഏറ്റെടുക്കുമെന്നും വാർത്തകൾ വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായി നേട്ടമുണ്ടാക്കാൻ കഴിയാത്തതിനാൽ സംസ്ഥാന നേതൃനിരയെ മാറ്റണമെന്നുള്ള സമ്മർദ്ദവുമുണ്ട്. എന്നാൽ ആദ്യത്തെ 2 കാര്യത്തിൽ പവാറുമായുള്ള യോഗത്തിൽ വ്യക്തത വന്നെന്ന് തോമസ് കെ തോമസ് തന്നെ പറയുന്നു. കുട്ടനാട്ടിലും എലത്തൂരും ആരാണ് നിലവിലെ MLA മാർ, അവർ കണ്ടിന്യൂ ചെയ്യും. പവാർജി ഇങ്ങോട്ടാണ് പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടും ചോദിച്ചില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, പല ഡിസ്പ്യൂട്ടും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ 2 പേരുമാണ് മത്സരിക്കുന്നത്. എന്നാൽ മറ്റു ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന മട്ടിലായിരുന്നു എ കെ ശശീന്ദ്രന്റെ യോഗത്തിനു ശേഷമുള്ള പ്രതികരണം. സീറ്റിന് കൂടുതൽ അർഹതയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത് ചോദിക്കുന്നില്ല എന്ന് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PC ചാക്കോ പറഞ്ഞു. കോട്ടയ്ക്കൽ സീറ്റിലേക്ക് ആരെ സ്ഥാനാർത്ഥിയാക്കും എന്നാണ് ഇനി അറിയേണ്ടത്. 24 മുംബൈ. പാലായിൽ ജോസ് കെ മാണി സി കാപ്പൻ മത്സരത്തിന് വീണ്ടും കളമൊരുങ്ങുന്നു. പാലായിൽ ഇത്തവണയും മത്സരിക്കുമെന്ന് മാണി സി കാപ്പനും പാല എന്നും സ്വന്തമെന്ന് ജോസ് കെ മാണിയും പ്രതികരിച്ചു. പാലക്കാട് ജില്ലയിൽ സീറ്റ് വെച്ച് മാറണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണിമാറ്റ അഭ്യൂഹങ്ങൾ ഒരു വശത്ത് തുടരുമ്പോഴാണ് പാലായിലെ UDF സ്ഥാനാർത്ഥി താൻ തന്നെയാണെന്ന് മാണി സി കാപ്പൻ പ്രഖ്യാപിച്ചത്. ഞാൻ പാലയിൽ മത്സരിക്കാനുണ്ടാവും, അതിന് യാതൊരു തർക്കവുമില്ല. ആ കാര്യത്തില് ജോസ് കെ മാണി വരുവോ വരാതിരിക്കോ എനിക്കൊരു വിഷയമില്ല. ജോസ് കെ മാണി തന്നെയാകും LDF-നായി കളത്തിലിറങ്ങുക. പാല സ്വന്തമെന്ന് ജോസ് കെ മാണി. പാലായെ സംബന്ധിച്ചോളം പാല നമ്മുടെ സ്വന്തമാണ്. ബാക്കി കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കും. പാലായിലെ വികസനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളും സജീവമായി. BJP സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജും പാലായിൽ മത്സരിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. അങ്ങനെ വന്നാൽ ത്രികോണ മത്സരത്തിലേക്ക് പാല കടക്കും. ഇതിനിടെ പാലക്കാട് ജില്ലയിൽ സീറ്റ് വെച്ചു മാറണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. കോങ്ങാട് സീറ്റിന് പകരം പട്ടാമ്പി വേണമെന്നാണ് ആവശ്യം. വിജയസാധ്യതയുള്ള ഒരു സീറ്റ് മണ്ണാർക്കാടിന് പുറമെ പാലക്കാട് ഉണ്ടാവണമെന്ന് നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കിയെന്നാണ് മുസ്ലിം ലീഗിന്റെ അവകാശവാദം. 24 കോട്ടയം, പാലക്കാട്. അട്ടിമറി നടത്തി അമേരിക്ക റാഞ്ചിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും ന്യൂയോർക്കിലെ ജയിലിലെത്തിച്ചു. അമേരിക്കയിലേക്ക് ലഹരിമരുന്നും ആയുധങ്ങളും എത്തിച്ചു എന്ന കുറ്റത്തിനാണ് മഡൂറോയെ വിചാരണ ചെയ്യുക. വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ചുമതലയേൽക്കും. അതേസമയം അമേരിക്കൻ സൈനിക നടപടിയെ വിമർശിച്ച് മാർപ്പാപ്പ രംഗത്ത് വന്നു. അമേരിക്ക പിടികൂടിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ന്യൂയോർക്കിലെ സ്റ്റുവർട്ട് എയർ നാഷണൽ ഗാർഡ് ബേസിലെത്തിച്ചത്. ഇരുവരെയും വൈദ്യപരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷം ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രൂക്ലിനിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റി. ഇരുവരെയും നാളെ മാൻഹട്ടൻ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. അമേരിക്കയിലേക്ക് മയക്കുമരുന്നും ആയുധങ്ങളും എത്തിച്ചുവെന്ന കുറ്റത്തിനാണ് മഡുറോയെ അമേരിക്കയിൽ കുറ്റവിചാരണ ചെയ്യുക. വെനസ്വേലയിൽ ഭരണമാറ്റം സാധ്യമാകുന്നതുവരെ അമേരിക്ക വെനസ്വേലയുടെ ഭരണം ഏറ്റെടുക്കുമെന്ന് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. വെനസ്വേലയുടെ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കുമെന്നും എണ്ണ വ്യവസായം പുനഃസ്ഥാപിക്കാൻ അമേരിക്കൻ കമ്പനികളെ നിയമിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കാൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് വെനസ്വേലൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഡെൽസിയുടെ നിയമനത്തെ ട്രംപ് പിന്തുണയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ നടപടികൾ അപകടകരമായ കീഴ്വഴക്കം സൃഷ്ടിച്ചുവെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കുറ്റപ്പെടുത്തി. വിഷയം ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി നാളെ യോഗം ചേരും. അതിനിടെ അമേരിക്കൻ ആക്രമണത്തിനെതിരെ മാർപ്പാപ്പ രംഗത്തെത്തി. വെനസ്വേല സ്വതന്ത്രമായി തുടരണമെന്നും വെനസ്വേലൻ ജനതയുടെ നന്മ വിജയിക്കണമെന്നും ലിയോ 14 മാർപ്പാപ്പ പ്രതികരിച്ചു. അതേസമയം വെനസ്വേലയെ ആക്രമിച്ചതിന് പിന്നാലെ കൊളംബിയ, ക്യൂബ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് നേരെയും ട്രംപ് ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. വെനസ്വേലയിലെ സാഹചര്യങ്ങളിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും ഇന്ത്യ അഭ്യർത്ഥിച്ചു. വെനസ്വേലയിലെ US ആക്രമണത്തിലും പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തതിലും ഇന്ത്യ അതീവ ആശങ്ക പ്രകടിപ്പിച്ചു. സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വെനസ്വേലൻ ജനതയുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ഇന്ത്യ പിന്തുണ ആവർത്തിച്ചു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിന് സംഭാഷണത്തിലൂടെ സമാധാനപരമായ പരിഹാരം തേടാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും അഭ്യർത്ഥിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കാരക്കസിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ സമൂഹവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നത് തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ വിദേശകാര്യ മന്ത്രാലയം
ഇന്ത്യൻ പൗരന്മാർക്ക് വെനസ്വേലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ വെനസ്വേലയിലുള്ള ഇന്ത്യക്കാർ അടിയന്തരമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും കാരക്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. അതേസമയം വെനസ്വേലയിലെ അമേരിക്കൻ നടപടിക്കെതിരെ ഇടതു പാർട്ടികൾ ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചു. വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും അതിനായി ഇന്ത്യ സമ്മർദ്ദം ചെലുത്തണമെന്നും ഇടതു പാർട്ടികൾ ആവശ്യപ്പെട്ടു. 24 ഡൽഹി. പത്തനംതിട്ട കോന്നി പൂവൻപാറയിൽ ശബരിമല തീർത്ഥാടകരുടെ കാർ നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന വാഹനത്തിലേക്ക് ഇടിച്ചു കയറി. 7 പേരെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ஆப்போசிட்டில் ஒரு கார் நம்ம கார் ஹிட் பண்ணிருச்சு. அந்த காரில் இருக்கிற யாருக்கும் இன்ஜுரி கிடையாது, நம்ம காரில் இருக்கவங்களுக்கும் மேஜர் இன்ஜுரி எதுவும் கிடையாது. ஆனால் அந்த காரில் இருந்தவங்க நம்ம ஐயப்பசாமின்னு தெரிஞ்சும் ஐயப்பசாமி 4 பேர் அந்த காரில் இருந்தவங்க அந்த பக்கத்து ஏரியாக்காரங்க எல்லாரும் சேர்ந்து அடித்தாங்க. ஒரு 4 பேர் சேர்ந்து நம்ம சாமிமார் 4 பேர் அடித்தாங்க. இதில் நம்ம சாமிமாருக்கு அடிபட்டு நாங்கள் ஹாஸ்பிட்டலில் அட்மிட் பண்ணியிருக்கோம். ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷിജോ, ഗുരുതരമായ പരിക്കുകളില്ല എന്നാണ് ഇപ്പോൾ ഈ വ്യക്തി 24നോട് പറഞ്ഞത്. എന്താണ് സംഭവിച്ചത്? പ്രവിത, ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശികളായിട്ടുള്ള ശബരിമല തീർത്ഥാടകരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കോന്നി പൂവൻപാറയിൽ വൈകിട്ട് 7 മണിയോടുകൂടിയായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത്. 5 പേർ വാഹനത്തിലുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ആളുകളെ സമീപത്തെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ തീർത്ഥാടകരുടെ വാഹനത്തിന്റെ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമാവുകയും നിർത്തിയിട്ടിരുന്ന വാഹനത്തിലേക്ക് ചെന്ന് ഇടിക്കുകയുമായിരുന്നു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന കടയിലെ ആളുകളൊക്കെ ചേർന്ന് അയ്യപ്പ ഭക്തരെ മർദ്ദിച്ചതായിട്ടുള്ള പരാതിയും അയ്യപ്പ ഭക്തർ പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പരിക്കേറ്റ എല്ലാ അയ്യപ്പ ഭക്തരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് 7 മണിയോടുകൂടിയായിരുന്നു അപകടം. പ്രവിത. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗിൽ വൻ തീപിടുത്തം. റെയിൽവേ പാർക്കിംഗിൽ നിർത്തിയിട്ട 600ഓളം ബൈക്കുകൾ കത്തുനശിച്ചു. റെയിൽവേ ലൈനിൽ നിന്നും തീപ്പൊരി വീണ് തീ പടർന്നു എന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തം ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഒരു 6:20 6:30 ഇത് ഉണ്ടായത്. ഇലക്ട്രിക്കിൻ്റെ ഇത് പോകണ്ടല്ലോ, മറ്റേ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു ചെറിയൊരു സ്പാർക്കിംഗ് ആണ് വീണത്. ഈ വണ്ടി നമ്മൾ മൂടില്ലേ, കവറ്, ആ കവറ് മൂടണേ, കവറിനെയാണ് ആ തീപ്പൊരി വീണത്. ഈ തീ പ്ലാസ്റ്റിക് അല്ല, അതിന് തീ ആ കവർ ഊരി കളഞ്ഞാൽ മതിയായിരുന്നു. അതുണ്ടായില്ല, പെട്രോൾ ടാങ്ക് പൊട്ടി. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും പാർക്കിംഗ് ഏരിയ ഒരു തീഗോളമായി മാറി. മേൽക്കൂര ചൂടിൽ ഇടിഞ്ഞു താഴ്ന്നു. ഇതോടെ നടുവിൽ കുടുങ്ങിയ വാഹനങ്ങളിലെ തീ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. സമീപത്ത് നിർത്തിയിട്ടിരുന്ന റെയിൽവേയുടെ അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കുന്ന എഞ്ചിനും ഭാഗികമായി തീപിടിച്ചു. കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി നടത്തിയ ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന പാസഞ്ചർ ട്രെയിൻ പിന്നോട്ടെടുത്ത് സുരക്ഷിതമാക്കിയതും അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. വളരെ ഭീകരമായിട്ടുള്ള അപകടത്തിലേക്ക് പോകാവുന്ന ഒരു പ്രശ്നമാണ്. ഈ വിധത്തിലെങ്കിലും ഇപ്പോൾ നമുക്ക് തീയണച്ച് തൽക്കാലം ഗുരുതരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. പ്രാഥമികമായി ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകാൻ ജില്ലാ പോലീസ് കമ്മീഷണറോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചെന്ന സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം DGP റവാഡ ചന്ദ്രശേഖർ ഐ വിറ്റ്നസ് പറഞ്ഞ കാര്യത്തിൽ അവർ പറഞ്ഞത് ഇവിടുത്തെ സ്പാർക്ക് മറ്റേ മോളിലുള്ള ഹെഡിലെ നമ്മുടെ ഈ റെയിൽവേ ലൈനിന്റെ വീണ് സ്പാർക്ക് പറഞ്ഞതാണ്. അതിന്റെ കാര്യങ്ങളും അന്വേഷണ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന തെളിവെടുപ്പെടുത്തിയേക്കുന്നതിലേക്ക്. ബൈക്കിന് മുകളിൽ റെയിൽവേയുടെ വൈദ്യുതി ലൈനിൽ നിന്നുള്ള തീപ്പൊരി വീണതാണ് അപകടത്തിനിടയാക്കിയതെന്ന ജീവനക്കാരുടെ വാദം റെയിൽവേ തള്ളി. റെയിൽവേയും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ അനുമതിയില്ലാതെയാണ് പാർക്കിംഗ് ഏരിയ പ്രവർത്തിച്ചതെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. 24 തൃശൂർ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ പേ ആൻഡ് പാർക്കിംഗ് പ്രവർത്തനത്തിൽ ഗുരുതര വീഴ്ച. പാർക്കിംഗ് സ്ഥലത്തെ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗശൂന്യം. തീപിടുത്തമുണ്ടായാൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപകരണം പോലും പാർക്കിംഗ് സ്ഥലത്ത് പ്രവർത്തിക്കുന്നില്ല എന്ന് ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. പാർക്കിംഗ് സ്ഥലത്തെ സുരക്ഷ സംബന്ധിച്ച് ഫയർഫോഴ്സ് റെയിൽവേക്ക് റിപ്പോർട്ട് നൽകും.
തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിലുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെയായിരുന്നു എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ ഫയർഫോഴ്സിന്റെ പരിശോധന. ഗുരുതരമായ വീഴ്ചയാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. 500-ലധികം ഇരുചക്ര വാഹനങ്ങളും 100ഓളം കാറുകളും പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അഗ്നിരക്ഷാ ഉപകരണം പോലും പ്രവർത്തിക്കുന്നില്ല. എല്ലാം തുരുമ്പ് കയറി നശിച്ച നിലയിൽ. അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട വാൽവുകളിൽ വെള്ളമില്ല. വാൽവുകൾ പ്രവർത്തിപ്പിക്കുന്ന സംവിധാനം ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ. ഫയർ സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രന്റുകൾ, ഹോസുകൾ എല്ലാം ഉണ്ട്. പക്ഷേ ഇതിലൊന്നും വർക്കിംഗ് അല്ല. ആദ്യം തന്നെ നോക്കിയപ്പോൾ വെള്ളം തന്നെ വരുന്നില്ല. അപ്പം നമുക്കൊരു ഈ എറണാകുളം ടൗൺ പോലത്തെ സ്ഥലത്ത് ഒരു ഇതേപോലത്തെ റെയിൽവേയിൽ ഫയർ ഉണ്ടാവുകയാണെങ്കിൽ ശരിക്കും ശൂന്യം എന്ന അവസ്ഥയിൽ പറയേണ്ട അവസ്ഥയാണ്. പാർക്കിംഗ് സ്ഥലത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അഗ്നിരക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പരിശീലനം ലഭിച്ചിട്ടില്ല. വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടോ, ഫയർ ഹൈഡ്രന്റ് ഉണ്ടോ, തീപിടുത്തം ഉണ്ടായാൽ പെട്ടെന്ന് അവിടെ എന്തെങ്കിലും രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുമോ എന്നത് സംബന്ധിച്ച് സ്റ്റേഷനുകളിലും ചെക്കിംഗ് ആണ്. വിഷയത്തിൽ റെയിൽവേക്ക് അടിയന്തര റിപ്പോർട്ട് നൽകാനാണ് ഫയർഫോഴ്സിന്റെ തീരുമാനം. റാഫി കരീം, 24 കൊച്ചി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം ജമാഅത്ത്. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഖലീൽ ബുഖാരി ആവശ്യപ്പെട്ടു. മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങളാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന്റെ സൽപ്പേര് ഇല്ലാതാക്കുകയാണെന്നും വർഗീയതയും വിഭാഗീയതയും ഇല്ലാതാക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും ഖലീൽ ബുഖാരി തങ്ങൾ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഈ വിഷം ചീറ്റുന്ന വളരെ മോശമായ പ്രസ്താവനകൾ ഇന്നാരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ക്രമസമാധാന പ്രശ്നമായി കണ്ട് അതിന് സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തി സർക്കാർ തീരുമാനമെടുക്കണമെന്നാണ് ഞങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശം. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നതാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെന്നും ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. അതിനിടെ വെള്ളാപ്പള്ളി നടേശനുമായി BJP നേതാവ് പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തി. കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്നും രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. We had always good pleasant talks, family talks also, and therefore nothing political practically. വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവനയിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുമ്പോൾ ജാവദേക്കറിന്റെ സന്ദർശനത്തിനും രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഛത്തീസ്ഗഡ് റായ്പൂരിൽ മതപരിവർത്തനം ആരോപിച്ച് സാന്റാക്ലോസ് രൂപങ്ങളും അലങ്കാരങ്ങളും അടിച്ചു തകർത്ത സംഭവത്തിൽ ജാമ്യത്തിലിറങ്ങിയ ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് വൻ സ്വീകരണം. ജാമ്യം ലഭിച്ച 6 പേരെയാണ് ജയിലിന് മുന്നിൽ മാലയിട്ടും മധുരം നൽകിയും സ്വീകരിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പുകഴ്ത്തി നടൻ രജനീകാന്ത്. സ്റ്റാലിൻ സ്നേഹവും മനസാക്ഷിയുമുള്ള രാഷ്ട്രീയക്കാരനെന്ന് പ്രശംസ. പശ്ചിമബംഗാളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകന്റെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനുവരി 6-നുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശം. IPL ബംഗ്ലാദേശ് താരം മുസ്തഫിസുർ റഹ്മാനെ വിലക്കിയ BCCI നടപടിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. രാഷ്ട്രീയ കാരണങ്ങളാലുള്ള ഒഴിവാക്കലിൽ വ്യക്തത തേടി ICCക്കും BCCIക്കും കത്തയക്കും. ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തതിനെതിരെ നിലപാട് കടുപ്പിച്ച ലത്തീൻ സഭ. കേരള ലത്തീൻ കാത്തോലിക് അസോസിയേഷൻ 3ാം ഘട്ട പ്രക്ഷോഭത്തിലേക്ക്. പാലക്കാട് ഒറ്റപ്പാലത്ത് അബദ്ധത്തിൽ സ്ഫോടക വസ്തുവിൽ ചവിട്ടിയ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. കുട്ടികൾ നടന്നു പോകുന്നതിനിടെയാണ് സംഭവം. 11-കാരൻ ശ്രീഹർഷിനാണ് പരുക്കേറ്റത്. രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന പരാതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡനക്കേസിലെ അതിജീവിത ജാമ്യം റദ്ദാക്കണമെന്നാണ് ആവശ്യം. പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ പരാതി പോലീസിന് കൈമാറി. സൈബർ അധിക്ഷേപത്തിൽ ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഈശ്വർ വീണ്ടും തനിക്കെതിരെ വീഡിയോ ചെയ്ത് പ്രചരിപ്പിച്ചുവെന്നാണ് അതിജീവിതയുടെ പരാതി. സെഷൻസ് കോടതിയുടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന് യുവതി പരാതിയിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ പരാതിയിൽ പ്രത്യേക അന്വേഷണം നടത്തുന്ന AIG പൂങ്കുഴലിക്കാണ് യുവതി വീണ്ടും പരാതി നൽകിയത്. പരാതി തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന് കൈമാറി. ഉടൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ AIG നിർദ്ദേശം നൽകി. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ റിമാൻഡിലായിരുന്നു. കർശന ഉപാധികളോടെയാണ് 3 ആഴ്ചത്തെ ജയിൽവാസത്തിനൊടുവിൽ രാഹുൽ ഈശ്വർ ജാമ്യത്തിലിറങ്ങിയത്. പരാതിക്കാരിയായ യുവതിയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകിയിരുന്നു. തുടർന്നാണ് രാഹുൽ ഈശ്വർ വീണ്ടും വീഡിയോയുമായി സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. 24 തിരുവനന്തപുരം. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ BJP പിന്തുണയോടെ വിജയിച്ച വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് രാജിവെച്ചു. പ്രസിഡന്റ് ടെസ്സി ജോസ് രാജിവെക്കില്ല. സ്വതന്ത്ര അംഗമായതിനാൽ ടെസ്സി രാജിവെക്കില്ല എന്ന് കോൺഗ്രസ് മുൻ നേതാവ് TM ചന്ദ്രൻ പറഞ്ഞു. KPCC-യുടെ അനുനയ നീക്കത്തോട് പൂർണ്ണമായി സഹകരിക്കേണ്ടതില്ല എന്നാണ് കൂറുമാറിയവരുടെ തീരുമാനം. BJP പിന്തുണയോടെ നേടിയ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ച പ്രശ്നം പരിഹരിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമം. എന്നാൽ പ്രസിഡന്റായ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാജിവെക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കി. അതേസമയം പാർട്ടി നിർദ്ദേശം പാലിച്ച് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ രാജിവെച്ചു. അവിശ്വാസത്തിലൂടെ പ്രസിഡന്റിനെ പുറത്താക്കാനാകും ഇനി കോൺഗ്രസ് നീക്കം. പക്ഷേ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് വിമതർ ഉറപ്പു പറയുന്നില്ല എന്നത് പ്രശ്നങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയാണ്. പിന്തുണച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നെ ആ പിന്തുണ പിൻവലിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ആലോചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രസിഡന്റിന്റെ കാര്യത്തിൽ മറുപടി പറയാൻ കഴിയില്ല. വൈസ് പ്രസിഡന്റ് രാജിവെക്കാമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഗുണ്ട നേതാവ് കൊടകര റഷീദ് ആവശ്യപ്പെട്ട 3 പേരെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാക്കിയെന്നും വിമതർ ആരോപിച്ചു. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി KPCC നേതൃത്വത്തിന് പരാതി നൽകി. തെറ്റിദ്ധരുത്തി പാർട്ടിയിലേക്ക് തിരിച്ചു വന്നവരെ സ്വീകരിക്കാനും എടുത്ത നടപടി പതിയെ പിൻവലിക്കാനുമാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നത്. എന്നാൽ വിമതർ പൂർണ്ണമായി അടങ്ങിയിട്ടില്ല എന്നതാണ് പുതിയ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. വൈസ് പ്രസിഡന്റ് രാജിവെച്ചെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത് വരും ദിവസങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിക്കും. 24 തൃശൂർ. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.